ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളിന്ന് തിരിച്ച് ഊട്ടിയിലേക്ക് പോവുകയാണ്. ഇപ്പം സമയം 2:30 3:30 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. ആദ്യം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് ഇച്ചായനെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചായനും കുട്ടികളും നല്ല ഉറക്കമാണ്. ഞങ്ങൾ പുലർച്ചെ വല്ലതും ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ കുട്ടികളെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി കിടത്തും. അതാവുമ്പം അവരുടെ ഉറക്കം പോണ്ടല്ലോ, ഇനി വേറെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുമെങ്കിൽ. അതുകൊണ്ട് അവരെ സെറ്റാക്കി അവർ സെറ്റായിട്ടാണ് കിടത്തിയിരിക്കുന്നവരെ. ഇനി അവരെ ജസ്റ്റ് കാറിൽ കയറ്റി കിടത്തിയാൽ മതി. അങ്ങനെ ഞാൻ റെഡിയായി, ചൈൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ലഗേജ് കാറിൽ കയറ്റിയില്ല. ഇനിയിപ്പം കാറിലെല്ലാം ലഗേജ് എല്ലാം സെറ്റാക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. സമയം 3:39. ഒരു 7:45 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഊട്ടിയെത്തും. പോണ വഴിക്ക് 2-3 സ്ഥലത്ത് ചായ പിടിക്കാൻ കയറണം. രാവിലെ കയറണം, പിന്നെ ചായ പിടിക്കാൻ കയറണം, ഉറങ്ങാൻ കിടക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ കയറാൻ. അങ്ങനെ പുലർച്ചെ ട്രാവൽ ചെയ്യുന്നത് വേറൊരു വൈബാണ്. ആരുമില്ല, കാം ആൻഡ് ക്വൈറ്റ് ആണ്. നമുക്ക് അടിച്ച് പൊളിച്ച് പോകാം. അങ്ങനെ ഞങ്ങൾ വേറെ എവിടെയും നിർത്താറൊന്നുമില്ല. ഞങ്ങളാകെ നിർത്തുന്നത് ചായക്കടയിൽ ചായ കുടിക്കാൻ മാത്രമേ നിർത്തുള്ളൂ. അത് ഉറക്കം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ചായ കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ നിർത്തി. ഇത് ഞങ്ങളുടെ സ്ഥിരം ചായക്കടയാണ്. എന്താണെന്നറിയില്ല, ഇപ്പം ഞാൻ പുലർച്ചെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചൂട് ഉഴുന്നുവടയും പരിപ്പുവടയും കിട്ടും. എനിക്കാണെങ്കിൽ ഉഴുന്നുവട ഇഷ്ടമല്ല, എനിക്ക് പരിപ്പുവട ഇഷ്ടം. പക്ഷെ ഇന്ന് ഉഴുന്നുവട മാത്രമേ ഉള്ളൂ, പരിപ്പുവട ഇല്ല. ശരി, ഇനി ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മേട്ടുപ്പാളയൊക്കെ കഴിഞ്ഞു, ബ്ലാക്ക് തണ്ടറൊക്കെ എത്തി. ശരി, ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബെൻഡ് കയറാൻ പോവാണ്. ഇത് ഇവിടുത്തെ ചെക്ക് പോസ്റ്റാണ്. ഇപ്പം ഇ പാസും പ്ലാസ്റ്റിക്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ TN വണ്ടി ആയതുകൊണ്ട് ചെക്കിംഗ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് അതർ സ്റ്റേറ്റ് വണ്ടിക്ക് ഉണ്ട്. അങ്ങനെ ഈ രാവിലത്തെ യാത്ര ഭയങ്കര പാടാണ്. പോവാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല വരെ. അങ്ങനെ വീട്ടിലെത്തി. സാധനം ബാക്കി ഇന്ന് വണ്ടി പിടിക്ക് താഴത്തേക്ക് ഇറങ്ങണതാ. ആരോ ഒരുത്ത വണ്ടി ഫ്രണ്ടിൽ കൊണ്ടിട്ട് പോയിരിക്കണം. അതുകൊണ്ട് ഈ കയറ്റ മൊത്തം ഷട്ടിൽ സർവീസ് അടിക്കേണ്ട സാധനങ്ങളൊക്കെ. ഈ ഇപ്രാവശ്യം കുറേ സാധനം ഉണ്ടായിരുന്നു, മാവ് അത് ഇതൊക്കെ. ഷട്ടിൽ സർവീസ് പിടിച്ച് വയ്യാണ്ടായി. ഈ തണുപ്പത്ത് ഞാൻ ഒന്ന് വേർക്കുന്നു. ഈ 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിട്ട് ഈ ചേട്ടനും എബിക്കുട്ടനും നല്ല ഉറക്കാം. അതുകൊണ്ട് എബിക്കുട്ടനെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല. അങ്ങനെ ഇച്ചായൻ കടയിലേക്ക് പോകാൻ റെഡിയായി. ഞാൻ ടിഫിനൊക്കെ റെഡിയാക്കി. എബിക്കുട്ടൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ കളിക്കുകയൊക്കെ ചെയ്യുക, പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, ഉറങ്ങുക. അതുകൊണ്ട് ഇന്ന് അവനെ സ്കൂളിൽ വിടുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.